Good morning all. Today we are going to learn 9th Standard History Chapter 5 സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് മധ്യകാല ലോകത്തെക്കുറിച്ചും മധ്യകാലത്തെക്കുറിച്ചാണ് കണ്ടിന്യൂസ് പഠിച്ചു പോകുന്നത് അല്ലേ? അപ്പോൾ എന്താണ് സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിലെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇന്നലെ പഠിച്ച ചാപ്റ്ററിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യാപാരവും കച്ചവടങ്ങളെക്കുറിച്ചും ഗതാഗത മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഈ നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ഈ അമേരിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്യർ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ എവിടെ എത്തി? തുർക്കിയിലും പേർഷ്യയിലും എത്തുന്നു. അവസാനം അവിടെ നിന്ന് എവിടെ എത്തി? ഹിന്ദുസ്ഥാനിലേക്കും എത്തി. അപ്പോൾ ഇതൊരു കോഴ്സാണ്. ഇത് എഴുതിയത് ജിയോവനി സെരാരി എന്ന് പറയുന്ന ആള് ആണ് എഴുതിയത്. ഓക്കെ, അതായത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആയിരുന്നു ജിയോവനി സെരാരി. ഓക്കെ, അപ്പൊ അദ്ദേഹം നിരീക്ഷിച്ച് അദ്ദേഹം എഴുതിയതാണ്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തി എഴുതിയ ഒരു കോഴ്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജിയോവനി സെരാരി എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കാർഷിക അഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്താണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അക്കാലത്ത് ഇന്ത്യ കാർഷിക അഭിവൃദ്ധി നേടിയത് എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് എല്ലാ വ്യാപാരികളും, അതായത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലെ ആകർഷിച്ച എന്താണ്? ഇന്ത്യയുടെ സമ്പത്താണ്, ഇന്ത്യയിൽ കൈവന്ന സമ്പത്താണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ കാർഷിക അഭിവൃദ്ധി നേടിയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അതായത് മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ആളാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ആളെ പേര് എന്താണ്? ഇബ്നു ബത്തൂത്ത. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇബ്നു ബത്തൂത്ത അന്നത്തെ കാർഷിക പുരോഗതിയെക്കുറിച്ച് കിതാബുൽ മിഹ്ല എന്ന ഗ്രന്ഥത്തിൽ, അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കിതാബുൽ റിഹ്ല എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരി ആരായിരുന്നു? ഇബ്നു ബത്തൂത്തയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കിതാബുൽ റിഹ്ല എന്ന് ഓർത്തു വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതുപോലെ വയലുകളിൽ വർഷത്തിൽ 3 തവണ കൃഷി ഇറക്കിയിരുന്നുവെന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ, നീലം എന്നിവയായിരുന്നു ഇവിടെ മുഖ്യമായി കൃഷി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ എങ്ങനെയാണ് കാർഷിക വികസനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുത്തിരുന്നു. അതുപോലെ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു സൽത്തനത്ത് ഭരണം അല്ലേ? അന്നത്തെ ഭരണാധികാരിയായിരുന്ന ബാൽബൻ എന്ത് ചെയ്തു? കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ദോവാബ് പ്രദേശം, അതായത് ഗംഗ യമുന നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ദോവാബ് പ്രദേശം, അദ്ദേഹം എന്ത് ചെയ്തു? കർഷകർക്ക് വീതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് പണം മുൻകൂറായി നൽകി. അതുപോലെ യമുനാ നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ സ്ഥാപിച്ചു. അതുപോലെ ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഉൽപാദനവും സമ്പത്തും ഇന്ത്യയിൽ വർദ്ധിച്ചു വന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഒരു ജലചക്ര മാതൃക ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, പേർഷ്യൻ ജലചക്ര മാതൃക. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും, ഈ ചക്രവർത്തിമാർ എല്ലാവരും ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പല പല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഡൽഹിയിലും ബംഗാളിലും അതുപോലെ കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇനം നെല്ലുകളെ പറ്റി അബുൽ ഫസൽ വിശദീകരിക്കുന്നു. അതുപോലെ ആഗ്രയിൽ 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായും അദ്ദേഹം പറയുന്നു. അതായത് ഐൻ ഇ അക്ബരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആര് പറയുന്നുണ്ട്? അബുൽ ഫസൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ബുക്കുകളെല്ലാം നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കുക. അബുൽ ഫസലിന്റെ ബുക്ക് ഏതാണ്?
അബുൽ ഫസലിന്റെ ബുക്ക്. ഇത് ഇന്നലത്തെ ചാപ്റ്ററിലും പഠിക്കുകയുണ്ടായി. ഐൻ ഇ അക്ബരി. ഏതാണ്? ഐൻ ഇ അക്ബരി എഴുതിയത് ആരാണ്? അബുൽ ഫസൽ. ഇത് മിക്കവാറും PSC ക്വസ്റ്റ്യൻസിനൊക്കെ, PSC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇബ്നു ബത്തൂത്തയുടെ ബുക്ക് നമ്മൾ പഠിച്ചു. അബുൽ ഫസലിന്റേത് ഏതാണ്? ഐൻ ഇ അക്ബരി. അതുപോലെ തന്നെ സ്പെയിൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചോളം പശ്ചിമേന്ത്യയിലെ പ്രധാന വിളയായിരുന്നു. ഏത്? ചോളം എന്ന് ഓർത്തു വെക്കുക. പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, മുളക്, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയവയും ഇന്ത്യയിൽ പ്രചരിച്ചു. അതുപോലെ കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി പുതിയ ഉപകരണങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉപയോഗം എന്ത് ചെയ്തു? കൃഷിയെ പുരോഗതിയിലോട്ട് നയിച്ചു. ജലസേചനത്തിനായുള്ള പേർഷ്യൻ ചക്രമായിരുന്നു ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പേർഷ്യൻ ജലചക്ര മാതൃക യൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയാം. അതുപോലെ തന്നെ ഇരുമ്പ് കൊഴു ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പയും വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ എന്ന ഉപകരണവും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. കാളകളെ ഉപയോഗിച്ചായിരുന്നു ഇവ പ്രവർത്തിപ്പിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ജലചക്രമായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷത എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കാർഷിക പുരോഗതിയുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ ചോള രാജാക്കന്മാർ ദക്ഷിണേന്ത്യയിൽ വളരെ ശക്തരായ ഭരണാധികാരിയായിരുന്നു ചോള രാജാക്കന്മാർ എന്ന് നമ്മൾ ഇന്നലത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ചോള രാജാക്കന്മാർ എന്ത് ചെയ്തു? കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമാക്കി ധാരാളം നടപടികളൊക്കെ സ്വീകരിച്ചു വന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതായത് കാവേരി നദി വളരെ ജലസമൃദ്ധമായിരുന്നു. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണുണ്ടായിരുന്നു. എന്താണ്? എക്കൽ മണ്ണ്. സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പൊ അത് വളരെയധികം ഇവർക്ക് ഉപയോഗപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ചോള രാജാക്കന്മാർ കനാലുകൾ നിർമ്മിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കനാലുകൾ ഇവർക്ക് ഉപയോഗപ്പെട്ടു. ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്നു സമിതികൾ. അപ്പൊ നമ്മൾ ഇന്നലെ ഗ്രാമഭരണത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സഭാ സമിതി എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, ഗ്രാമഭരണത്തെ. അപ്പൊ അതില് ഇവര് സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ചോളകാലത്ത് ജലസേചനത്തിനായി ഉപയോഗിച്ച ജലസംഭരണി. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണം അനുസരിച്ച് 4 തരം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. അപ്പൊ ചോളന്മാരുടെ ഒരു ചരിത്ര സ്രോതസ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് 4 തരം കൃഷിഭൂമികൾ അന്ന് മധ്യകാല ലോകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെയധികം പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒന്നാമത് ബ്രഹ്മദേയ, രണ്ടാമത്തത് ദേവദാന, മൂന്നാമത്തത് വെള്ളാൻ വകൈ, പള്ളിച്ചാണ്ടം. ഇതിന്ന് എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ബ്രഹ്മദേയ എന്ന് പറയുന്നത് ആർക്ക് പതിച്ചു കൊടുക്കുന്ന ഭൂമിയാണ്? അതായത് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്ന ഭൂമിയെ, ദാനം ലഭിച്ച ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മദേയ. ഇത് പ്രീവിയസ് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ദേവദാന. ദേവദാന എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ്. വെള്ളാൻ വക എന്ന് പറയുന്നത് എന്താണ്? കർഷകരുടെ കയ്യിലുള്ള ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് വെള്ളാൻ വകൈ. അടുത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ് പള്ളിച്ചാണ്ടം എന്നറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നല്ല പോലെ വായിച്ചു വെക്കുക. അപ്പൊ ഇതാണ് ബ്രഹ്മദേയ, ദേവദാന, വെള്ളാൻ വകൈ, പള്ളിച്ചാണ്ടം. ഇതൊക്കെ ഓർത്ത് വെക്കുക എളുപ്പമാണ്. ബ്രഹ്മയിൽ തന്നെയുണ്ട് ബ്രാഹ്മണർ. ദേവ എന്ന് പറയുമ്പോൾ തന്നെ അമ്പലം എന്ന് ഓർക്കാം. വെള്ളാൻ വക എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളാൻ വക. അതും പള്ളിച്ചാണ്ടവും കൂടെ മാറിപ്പോകരുത്. അതായത് വെള്ളാൻ വക കർഷകരുടെ ഭൂമിയും പള്ളിച്ചാണ്ടം ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ലെറ്റസ് സി, കൈത്തൊഴിലും കരകൗശലം. ഓക്കെ. അതായത് കൃഷിക്ക് പുറമെ മറ്റെന്തെല്ലാം ഉപജീവന മാർഗങ്ങളാണ് ഇവർ സ്വീകരിച്ചിരുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് നിരവധി വ്യവസായങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നിലനിന്നിരുന്നു. ഉദാഹരണമായി എണ്ണക്കുരുക്കൾ, കരിമ്പ്, പരുത്തി, നീലം എന്നിവ എണ്ണയാട്ടൽ, ശർക്കര നിർമ്മാണം, തുണി നെയ്ത്ത്, ചായമുക്കൽ എന്നീ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈത്തൊഴിലും കരകൗശല വിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്ത്തായിരുന്നു. ഓക്കെ.
അപ്പൊ എന്താണ് ചർക്ക? നെയ്ത്തെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ? നമ്മുടെ ഗാന്ധിജി ചർക്കയിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ധരിക്കാനുള്ള ഡ്രസ്സ് അദ്ദേഹം നെയ്താണ് എടുത്തിരുന്നതെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യമായി ചർക്ക ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലേ? അപ്പൊ ചർക്കയെ കുറിച്ചുള്ള ആദ്യ പരാമർശം 1350 ഇസാമി രചിച്ച ഹുത്തു ഹുസ്സലാത്തിൻ എന്ന കൃതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇസാമി രചിച്ച കൃതിയുടെ പേര്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഹുത്തു ഹുസ്സലാത്തിൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഇസാമിയാണ്. അപ്പോ ഇത് ചർക്കയുടെ ചിത്രം 15-ാം നൂറ്റാണ്ടിൽ രചിച്ച മിഫ്തഹുൽ ഫസലയിൽ ഉള്ളതാണ്. അപ്പൊ എവിടെയുള്ളതാണ്? മിഫ്തഹുൽ ഫസലയിൽ ഉള്ളതാണ് ഈ ഒരു ചർക്കയുടെ പിക്ചർ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത് ആരുടെ കൃതിയിലുള്ളതാണ്? ഹുത്തു ഹുസലാത്തിൻ എന്ന കൃതിയിലുള്ളതാണ്. ഇത് ആരെഴുതിയതാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇസാമി രചിച്ച ഒരു ഇതിലുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം നമ്മൾ പറഞ്ഞു ചർക്കയുടെ ഉപയോഗമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ ചൈനയിൽ നിന്നാണ് ഇന്ത്യക്കാർ എന്ത് ചെയ്തത്? ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. അതായത് ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങ് വർധനവുണ്ടായി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് എന്ത് ചെയ്തു? പുരോഗതി ഉണ്ടായി. അപ്പൊ പിന്നെ ഇവരെന്തോന്ന് ചെയ്തു? ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കുകയും പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നമുക്കറിയാം, പട്ടുനൂൽ പുഴുക്കളിൽ നിന്നാണ് നൂല് അക്കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള അതിന്റെ സാങ്കേതിക വിദ്യ അക്കാലത്ത് എന്ത് ചെയ്തു? പ്രചാരണം നേടി. അതുപോലെ 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത്. പരവതാനി, കടലാസ് എന്നിവയുടെ നിർമ്മാണമായിരുന്നു കരകൗശല മേഖലയിലെ മറ്റു പ്രധാന തൊഴിലുകളെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യൻ നിർമ്മിത പരവതാനികൾ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം നേടിയിരുന്നു. അതുപോലെ തന്നെ 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. പിന്നെയുള്ളത് എന്താണ്? ലോഹ സംസ്കരണം, ഖനന വ്യവസായം എന്നിവയെ അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു. ലോഹ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് അവർ പ്രധാനമായി നിർമ്മിച്ചിരുന്ന എന്താണ്? കാർഷിക ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ആയിരുന്നു. അത് ഓർത്തു വെക്കുക. ഇരുമ്പ് കൊണ്ടുള്ള ലാഡം, അതായത് ഹോഴ്സ് ഷൂ ഒക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. സവാരിക്കാർക്ക് കാലുകൾ വെക്കാൻ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പ് ചവിട്ടുപടി അല്ലെങ്കിൽ അയൺ സ്റ്റിറപ്പ് എന്ന് പറയും എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് ചെമ്പും, അത് ഓർത്തു വെക്കുക. രാജസ്ഥാനിൽ നിന്ന് എന്താണ്? രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഗോൽക്കൊണ്ടയിൽ നിന്ന് രത്നവും ഖനനം ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണമായിരുന്നു. വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിൽ ഉപ്പ് നിർമ്മാണം. അതുപോലെ കടൽ തീരങ്ങൾ, ഉപ്പുപാറകൾ, ഉപ്പ് തടാകങ്ങൾ എന്നിവ ഉപ്പിന്റെ സ്രോതസ്സുകളായിരുന്നു. പശ്ചിമ പഞ്ചാബ്, രാജസ്ഥാനിലെ സംബാർ എന്നിവ ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. അല്ലെങ്കിൽ മധ്യകാല ലോകത്തെ ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പശ്ചിമ പഞ്ചാബും രാജസ്ഥാനിലെ സംബാറുമായിരുന്നു ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ. അപ്പോൾ ഒരു ഉപ്പ് നിർമ്മാണമായിരുന്നു ഏറ്റവും വികാസം പ്രാപിച്ചത്. പിന്നെ രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഗോൽക്കൊണ്ടയിൽ നിന്ന് രത്നവും ഖനനം ചെയ്തിരുന്നു. അത് ഓർത്തു വയ്ക്കുക. പിന്നെ എന്താണ് ഉണ്ടാക്കിയത്? നെയ്ത്തിന് ഒരു പ്രാധാന്യം നൽകി. തറി കണ്ടുപിടിച്ചു. അതിന്റെ ഉപയോഗം, പട്ടുനൂലിന്റെ ഉപയോഗം, ചർക്കയുടെ ഉപയോഗമൊക്കെയാണ് കരകൗശല വിദ്യയിൽ ഉണ്ടാക്കിയ വലിയ മാറ്റമെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വാണിജ്യവും കച്ചവടവും എന്തായിരുന്നു അന്ന് എന്ന് നമുക്ക് നോക്കാം. അതായത് ഉത്പാദന രംഗത്തുണ്ടായ ആ മിച്ചം എന്ത് ചെയ്തു? വാണിജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ വലിയ ഒരു മുതൽക്കൂട്ടായി മാറുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം എന്ത് ചെയ്തു? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിച്ചു ഇന്ത്യയിലോട്ട്. ഓക്കെ. അപ്പൊ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ട പ്രധാന രാജ്യങ്ങളുടെ പേരാണ് ഇവിടെ പറയുന്നത്. ഏതാണ്? സുമാത്ര അല്ലെങ്കിൽ സുമാത്ര, ജാവ. ഇത് എവിടെയുള്ളതാണ്? ഇന്തോനേഷ്യയിലുള്ളതാണ്. പിന്നെ പേർഷ്യ, അടുത്ത ഇറാനാണ്, അടുത്ത ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട പ്രധാന രാജ്യങ്ങളാണ്. ഏതൊക്കെ? ഇന്തോനേഷ്യ, ഇറാൻ, ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ്. ഇത് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഈ കര വഴിയും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കര വഴിയും അതുപോലെ കടൽ വഴിയും ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കര വഴിയുള്ള 2 പ്രധാന വാണിജ്യ മാർഗങ്ങളായിരുന്നു ലാഹോറിൽ, അതായത് ഇന്നത്തെ പാകിസ്ഥാനാണ് ലാഹോർ എന്നറിയപ്പെടുന്നത്, കാബൂളിലേക്കും, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ് കാബൂൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ മുൾത്താൻ ഇന്നത്തെ പാകിസ്ഥാനാണ്. കാണ്ഡഹാർ അടുത്തത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ
അതൊക്കെയാണ് പാതകളെന്ന് ഓർത്തു വെക്കുക. അതുപോലെ കടൽ വഴിയുള്ള വാണിജ്യം തീരദേശ വാണിജ്യം എന്നും അറിയപ്പെട്ടു. അതായത് കാംബെ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പോൾ